അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കുന്നു. അത് ലോകത്തിന്റെ വിവിധ കോണുകൾ, വിവിധ സാഹചര്യങ്ങൾ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഉദ്യമത്തിലൂടെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ഷൈനി തങ്കച്ചൻ തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത് പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷൈനി തങ്കച്ചനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷിയുമായിട്ട് വരാൻ തക്കോണം കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ദാനിയൽ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. ഞാൻ അരോമ ടിവിയെ കുറിച്ച് എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ വലിയ അറിവില്ലായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അതിനകത്തൊരു നമ്പർ കണ്ട് ഞാനിങ്ങനെ വിളിച്ച് എനിക്കൊരു പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യമായിരുന്നു. അതിൻ പ്രകാരം ഞാൻ വിളിച്ചു. സാധാരണ ഇങ്ങനെയുള്ള ചാനലുകളിൽ നിന്ന് വിളിച്ചാൽ സാധാരണ അവർ തിരിച്ച് വിളിക്കാറില്ല. പാസ്റ്ററിനെ തിരിച്ച് വിളിക്കുകയും ഇങ്ങനെ വാട്സപ്പിലൂടെ വിഷയം പറയാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചു. അങ്ങനെ പാസ്റ്റർ തന്നെയാണ് എന്നെ ഒരു സാക്ഷ്യത്തിനായിട്ട് ഇതിലേക്ക് ക്ഷണിച്ചത്. എൻ്റെ സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുടുംബത്തില് ഞാനും എൻ്റെ ഹസ്ബൻഡും, എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാണും ഒരു പെണ്ണുമാണ്. അവർ രണ്ടുപേരും വിവാഹിതരാണ്. മോന്റെ വൈഫ് റൂബിൻ, മോന്റെ പേര് അജിത്ത്. അവർക്ക് ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിന്റെ പേര് നോറ. മോളുടെ പേര് അക്സ. മോൻ സിജോ, അവൻ ഖത്തറില് ജോലി ചെയ്യുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തയാള് സേറ, രണ്ടാമത്തെ ആള് ഐറ, മൂന്നാമത്തെ ആള് ഏബൻ. അങ്ങനെ അവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനൊരു ക്രിസ്തീയ റോമൻ കത്തോലിക്ക കുടുംബത്തിലെ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായി. ഞങ്ങളൊരു വലിയ കുടുംബമാണ്. ഞങ്ങൾ 8 മക്കൾ അടങ്ങുന്ന വലിയൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ പിതാവ് വർഗീസ്, എൻ്റെ അമ്മയുടെ പേര് ഏലിയാമ്മ എന്നാണ്. എൻ്റെ പിതാവ് പാലാ സ്വദേശിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് KC ബോർഡില് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലായിട്ടും ഞങ്ങളെ ക്വാർട്ടേഴ്സുകളിലൊക്കെ താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ കല്ലാർകുട്ടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുശേഷം ഇടമലയാർ എന്നുള്ള സ്ഥലത്ത്, അവിടെ പ്രോജക്റ്റ് ഏരിയ ആണ്. അപ്പൊ ഇടമലയാർ എന്ന സ്ഥലത്ത് അവിടെ ഒന്ന് താമസിച്ച് അവിടെയായിരുന്നു ഞാൻ. എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ അവിടെയായിരുന്നു. ഞങ്ങളുടെ 8 മക്കളിൽ 7ാമത്തെ ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വാത്സല്യവും സ്നേഹവും ഒക്കെ അനുഭവിച്ച് എന്നെ ആരും ഒന്നും വഴക്കൊന്നും പറയാതെ അങ്ങനെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെയാണ് എന്നെ വളർത്തിയത്. മാതാപിതാക്കന്മാരാണേലും അന്നത്തെ കത്തോലിക്കയുടെ ആചാരപ്രകാരം വൈകിട്ട് പ്രാർത്ഥനയും കുരിശുപതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ആത്മീയ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു. അങ്ങനെ അവിടെ തന്നെയായിരുന്നു പഠന കാര്യങ്ങളൊക്കെ. അവിടെ പ്രോജക്റ്റ് ഏരിയ ആയതുകൊണ്ട് പുതിയ ഇങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അതിനുശേഷം കീരമ്പാറ എന്നൊരു സ്ഥലത്ത് തുടർന്നുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അതിനുശേഷം എൻ്റെ കുടുംബത്തിലെ ഞങ്ങളെ എല്ലാവരും തന്നെ എൻ്റെ 15ാമത്തെ വയസ്സിലാണ്
ഞാൻ എൻ്റെ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായത്. അതിനു മുമ്പ് എൻ്റെ ചേച്ചിമാരെയും സഹോദരന്മാരും എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴികളിലൊക്കെ ആയി. അമ്മയും ഞാനും അതിനോടിടയ്ക്ക് എൻ്റെ പിതാവ് ഇപ്പൊ എൻ്റെ മാതാവും പിതാവും ഇപ്പൊ ഇല്ല. ആ സമയത്ത് നേരത്തെ തന്നെ എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരുന്നു. നല്ല ഒരു മദ്യപാനിയായിരുന്നു. എനിക്ക് ഈ മദ്യപിച്ച് വരുന്ന ആളുകളെ പൊതുവേ കുഞ്ഞിലേ മുതൽ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഒരുവിധം പ്രായമായി കഴിഞ്ഞപ്പം ഒരു 12 വയസ്സ് മുതൽ എനിക്ക് വല്ലാതെ പേടിയായിരുന്നു. ഇങ്ങനെ അപ്പച്ചൻ കുടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കട്ടിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കയറി ഒളിച്ചിരിക്കും വരുന്ന സമയത്ത്. കാര്യം ഒന്നും ചെയ്യില്ല, ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല, എങ്കിൽ പോലും എനിക്ക് അങ്ങനെ വളരെ പേടിയായിരുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വീട്ടിലൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസികൾ വന്ന പെന്തക്കോസുകാരാണ്. പെന്തക്കോസ് വിശ്വാസികളാണെങ്കിൽ പോലും അവര് നമ്മുടെ അവിടെ നിന്നും അങ്ങനെ പലയിടങ്ങളിലും നിന്നും വന്ന് താമസിക്കുന്ന ആളുകളാണ് ഇടമലയാറിലുള്ളത്. പല നാടുകളിൽ നിന്നും ജോലിക്കായിട്ട് വന്ന് താമസിക്കുന്ന എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ളവരൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഇങ്ങനെ പെന്തക്കോസുകാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെ വടാട്ടുപാറ എന്നൊരു സ്ഥലത്ത് ഒരു ചർച്ചിൽ നിന്ന് അവിടെ സുവിശേഷം പറയാനൊക്കെ ആയിട്ട് അവിടെ ആളുകൾ വരികയും അങ്ങനെ ആ ഹിന്ദു കുടുംബത്തിൽപ്പെട്ട അവര് വിശ്വാസത്തിലേക്ക് വന്നു. മദ്യപാനിയായിരുന്നു രമേശ് എന്ന ചേട്ടന്റെ പേര്. അങ്ങനെ മദ്യപാനിയായിരുന്ന ആ ചേട്ടൻ രക്ഷിക്കപ്പെടുവാൻ തക്കണം ഇടയായി. അപ്പൊ നമ്മൾ അവിടെ ഉള്ളവരാരും ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ പെന്തക്കോസ്തുകാരുടെ ആരാധനയോ കാര്യങ്ങളോ ഒന്നും കാണാതിരുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പിതാവാണ് ഇങ്ങനെ വിശ്വാസത്തിലേക്ക് അവർ ആ കുടുംബം ആദ്യമായിട്ട് വന്നത്. അങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ചന്റെ മദ്യപാനമൊക്കെ മാറണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വന്നാൽ മാറുമെന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ എന്നാലും എനിക്ക് അങ്ങനെ പെന്തക്കോസ്ത് മാർഗത്തിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ സുവിശേഷം പറയാനായിട്ട് ഒരു ദൈവദാസൻ, ഒരു ജോസഫ് കുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അതില് സുവിശേഷം പറയാനായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഞങ്ങൾ കുറെ പെൺകുട്ടികളൊക്കെ ആ ഒരു പ്രായത്തില് അവിടെ എങ്ങനെ നിൽക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളിലൊക്കെ ആണെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്ന രീതിയിൽ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെയും ഞാൻ സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യുകയും പലയിടങ്ങളിൽ പോയി ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ കാലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരിയായി തീരണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ ദേവദാസൻ അവിടെ വന്നപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ വരുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ മാത്രം സംസാരിക്കാൻ പോവാറില്ല. ഒരു ബാഗ് ഒക്കെ ഇട്ട് ഒരു തോൾസഞ്ചി കേട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ മാറി ഇങ്ങനെ കളിയാക്കിയും ഒക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാനിങ്ങനെ അവിടെ നിന്നപ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെ ആ ദേവദാസൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ആരാധിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആത്മാവ് എന്താണെന്നോ ഏതാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഞാന് ഈ ആത്മാവെന്ന് വിചാരിച്ചപ്പോ അന്നത്തെ എൻ്റെ ഒരു പൊട്ട ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചത് നമ്മൾ മരിച്ചൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതായിരിക്കുമെന്ന് വിചാരിച്ച് എനിക്കൊരു പേടി തോന്നിപ്പോയി. അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ചായി എൻ്റെ ചിന്ത. ഇനിയിപ്പോ ഞാൻ മരിക്കുന്ന കാര്യമാണോ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണോ, ആ രീതിയിലാണോ എന്നൊക്കെ രീതിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ആ ദേവദാസനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ കണ്ടു. പുള്ളി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ കുറെ ഒരു 34 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ കാണുന്നത്. അത് പിന്നെ കുറെ കാലം അങ്ങനെ ആയി. അതിനുശേഷം അവിടെ ഒരു ആരാധനയ്ക്ക് ഇവരുടെ കൂടെ ചർച്ചിൽ ഇങ്ങനെ ആരാധനയ്ക്ക് നടന്നൊക്കെ പോകണം. എങ്കിലും ഞാനിങ്ങനെ നടന്ന് അവരുടെ കൂടെ ആരാധനയ്ക്ക് അവിടെ പോവാന്നൊക്കെ ഇവിടെയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ദൈവാത്മാവിനെ സ്പർശിക്കുകയും തുടർന്ന് ഇനി ഇതാണ് സത്യദൈവം എന്നൊക്കെ അറിയുവാനായി ഇങ്ങനെ ഈ ആരാധനയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പിതാവിന്റെ മദ്യപാനമൊക്കെ മാറും എന്നൊരു ചിന്ത എനിക്ക് വന്നു. കർത്താവ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പോലും ഞാൻ ചെന്ന് പാട്ട് പാടുമ്പോൾ അവരുടെ കൂടെ പാടുകയും അറിയാവുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കുകയും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ വീട്ടിലത് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അമ്മയ്ക്കും അപ്പച്ചന് കുഴപ്പമില്ലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് എതിർപ്പായി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ മാർഗം മതി, എനിക്ക് ഇതാണ് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ പെന്തക്കോസ്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല, ആരെയും കല്യാണം ഒന്നും കഴിക്കാൻ വരില്ല, കുറെ പാവപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെന്തക്കോസ്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും എനിക്ക് ഈ മാർഗം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു കത്തോലിക്ക കുടുംബത്തിലെ ആളുകളായതുകൊണ്ട് തന്നെ പള്ളിക്കാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് വീട്ടിൽ സംസാരിക്കാനൊക്കെ വന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മാർഗമാണ് താല്പര്യം, ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ഞാൻ പറയുവാന്നൊക്കെ ഇവിടെയായി. അപ്പൊ എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞപ്പം അപ്പച്ചനപ്പത്തേക്ക് ഒരു കിഡ്നി പേഷ്യൻ്റായി മാറിയിരുന്നു. അപ്പൊ അവസാന കാലഘട്ടത്തില് ദൈവത്തിന്റെ കൃപയാല് പിതാവ് രക്ഷിക്കപ്പെടുവാനും ഒക്കെ ഇടയായി. സ്നാനപ്പെടുവാനുള്ള അവസരം ഉണ്ടായാലും അതിന് മുംബൈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു.
അമ്മ വളരെ പ്രതികൂലത്തിലൂടെ ഞാൻ തന്നെ അവിടെ നിന്ന് എനിക്കന്ന് 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സിൽ ഞാൻ ദൈവത്തെ മാത്രം, കർത്താവിനെ മാത്രം ആരാധിക്കൂ, പള്ളിയിൽ പോവില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവിടെ നിൽക്കുവാന്നൊക്കെ ഇടയായി. അപ്പൊ പെടാനൊക്കെ എനിക്ക് വളരെ ആഗ്രഹം. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, സ്നാനപ്പെടുന്നെങ്കിൽ പെട്ടോ, തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അമ്മയോടൊന്നും പറയാതെ ഒരു ദിവസം ഞങ്ങളുടെ പാസ്റ്ററും ഒക്കെ കൂടി പോഞ്ഞാശ്ശേരി എന്നൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഉണ്ടായിരുന്നു, KN ജോസഫ് എന്ന അദ്ദേഹം ഇപ്പൊ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനിങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞങ്ങൾ അപ്പച്ചാന്നാ വിളിക്കുന്നത്, അപ്പച്ചാ എനിക്ക് തിരിച്ചു പോകാൻ പേടിയാ, അമ്മ എന്നെ കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും, ഞാൻ എന്താ ചെയ്യാന്ന്. അപ്പൊ പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല, പ്രാർത്ഥിച്ചു വിടാം, അഥവാ കേട്ടിയില്ലെങ്കിൽ ഇവിടെ ഞാൻ താമസിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എന്നെ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് എന്റെ മാലയും കമ്മലൊക്കെ ഊരി കണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ മാലയും കമ്മലും ഇല്ലാതെ വന്നപ്പോ തന്നെ അപ്പൊ തന്നെ എന്റെ മാലയും കൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കൈ കൊടുത്തു. അമ്മ ഒന്നും മിണ്ടിയില്ല, മാലയും കൊണ്ടൊക്കെ മേടിച്ചു അവിടെ വെച്ചു. ഇനിയിപ്പോ ഇങ്ങനെ തന്നെ പോവാ അല്ലേ എന്ന് പറഞ്ഞു. എനിക്കിതാ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പ്രശ്നങ്ങളില്ലാച്ച മാനസികമായിട്ട് എനിക്ക് വല്ലാതെ ഞാൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ മാലയും കൊല്ലും, കാരണം ഏറ്റവും കൂടുതൽ ഓർണമെന്റ്സിനോട് മറ്റുള്ള കാര്യങ്ങളും താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ മാറിയപ്പോൾ അവർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ ആ രീതിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്കും എല്ലാ മീറ്റിങ്ങുകൾക്കും പോകാനും ഒക്കെ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കല്യാണം, അമ്മ പെട്ടെന്ന് തന്നെ എന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കാനായിട്ട്, കാരണം കത്തോലിക്കലിൽ നിന്ന് ഒരു കല്യാണം വേണം, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരായാലും കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിൽ വന്നപ്പോ അമ്മ ആലോചിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളെ, വിശ്വാസത്തിലുള്ള ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്നു. അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞ ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇങ്ങനെ അപ്പച്ചന്റെ മദ്യപാനം എല്ലാം മാറുമെന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരി അച്ഛൻ ഇങ്ങനെ ഒരു കല്യാണം ആലോചിച്ചു. ഇപ്പൊ ഞങ്ങള് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന പുള്ളിയായിട്ട് കല്യാണം ആലോചിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ പേര് തങ്കച്ചൻ എന്നാണ്. അപ്പം തങ്കച്ചാൻ അന്ന് ഈ ബ്രദറൻ കുടുംബത്തിലെയാണ്. അപ്പൊ ഞാൻ നന്നായി ദൈവത്തെ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഷൈനിക്ക് അങ്ങനെ പറ്റുമോ, ഒരു ബ്രദറൻ കുടുംബത്തിൽ അവർ അന്യഭാഷയൊന്നും വിശ്വസിക്കുന്നില്ല, അപ്പൊ അത് പറ്റുമോ? അപ്പൊ എന്റെ ഒരു ചിന്ത വന്നത്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം, കാരണം അല്ലെങ്കിൽ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കും. അപ്പൊ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം എന്നൊരു വിശ്വാസം എന്റെ ആ ചെറുപ്രായത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും അപ്പൊ പറഞ്ഞു, കല്യാണം കഴിക്കാൻ ഒന്നും തരില്ല നിനക്കെന്ന് പറഞ്ഞപ്പോ ഒന്നും തന്നില്ല. കല്യാണം വന്നിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ കല്യാണം കഴിച്ചു. ആ വീട്ടിൽ വന്നു, അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോ എല്ലാവരും ബ്രദറുകാരാണ്. വൈകിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഫോട്ടൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്, കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നതൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ അച്ഛനാണെങ്കിലും അഭിഷേകം പ്രാപിക്കാത്ത ഒരാളായിരുന്നു ആ കാലഘട്ടത്തില്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനൊന്നും കുഴപ്പമില്ല, അന്യഭാഷ പറയാനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു ഒരു ആളായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ അങ്ങ് പോകുന്ന സമയത്ത് ഒരു ആരാധനയില് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് ഒരു ചർച്ചയിൽ ചെന്ന് കഴിഞ്ഞപ്പം ആത്മാവിന്റെ ഭയങ്കര ഒരു ഇതുണ്ടാകുകയും പുള്ളി ആത്മാഭിഷേകത്താൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് ഭയങ്കരമായിട്ട് തുള്ളി എന്നെക്കാൾ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അന്യഭാഷയിൽ ആരാധിക്കുന്നു കാണുവാൻ നിൽക്കുന്ന സ്വർഗത്ത് ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ അന്ന് മുതൽ ഞങ്ങള് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആത്മാർത്ഥതയോടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും വചനം വായിക്കാനും എല്ലാത്തിനും നല്ലൊരു ദൈവകൃപ ദൈവം ആ സമയത്ത് കൊടുത്തു. അതിനൊക്കെ മുമ്പ് ഞാൻ നന്നായി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാക്കി തങ്കച്ചാനെ മാറ്റി തരണമെന്ന്. അപ്പൊ ദൈവം അതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം ഞങ്ങള് സന്തോഷകരമായിട്ട് കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കത്തിലൂടെ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ തറവാട്ടിൽ നിന്ന് വേറൊരു ഒരു വാടക വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി. അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെ കഷ്ടതയിലൂടെ വാടക പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഓണർ വന്ന് കടയിൽ മുട്ടി പേടിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ കണ്ണുനീരോടെ ദൈവത്തിനിരുന്ന് ദൈവത്തിനൊരു മാറ്റം തരും, കാരണം ഒത്തിരി വാഗ്ദത്തങ്ങൾ മുന്നിലുണ്ട്.
അപ്പൊ ദൈവം ഇതിനൊക്കെ ഒരു മാറ്റം തരുമെന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ ഇങ്ങനെ പല വീടുകൾ മാറി മാറി താമസിച്ചു. അതിനോടിടയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വലുതായി. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ അവര് അങ്ങനെ അവരെ ഞങ്ങൾ വളർത്തിയെടുത്തു. അവരെ ദൈവകൃപയില് സൺഡേ സ്കൂളിലൊക്കെ വിട്ട് അങ്ങനെ ദൈവകൃപയില് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അവരെ വലുതായി. അവരെ പഠിപ്പിച്ച ഒരാള് എഞ്ചിനീയറാണ്. മോനെ എഞ്ചിനീയറിങ്ങിനും മോള് നേഴ്സാണ്. അപ്പൊ രണ്ടുപേരെ അങ്ങനെ പഠനത്തിന് പഠിക്കാനൊക്കെ ആയിട്ട് വിട്ടു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഫർണിച്ചറിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ ദൈവം ഞങ്ങളെ മാനിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ബിസിനസ്സിനോടിടയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടു. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബിസിനസ് വല്ലാണ്ട് അങ്ങ് ഇതായിപ്പോയി. വല്ലാത്തൊരു കട ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. സ്ഥാപനമൊക്കെ പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. കുഞ്ഞുങ്ങളുടെ പഠിത്തം വല്ലാത്തൊരു സിറ്റുവേഷനിലായി. പലപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, അവരെ മോനെ ഇങ്ങനെ തിരിച്ചു വിളിക്കാം, വേറെ ഇവിടെ വന്നു വല്ല ഡിഗ്രിക്ക് വല്ലതും വിടാം എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു വേണ്ട, നിൽക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം ഒരുക്കി തരും. അപ്പൊ ഞങ്ങളുടെ ഓരോ പ്രാവശ്യവും രണ്ടുപേരും ഇങ്ങനെ 1.5 വയസ്സിനൊക്കെ വ്യത്യാസമുള്ളൂ രണ്ടുപേരും. അതുകൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം 25,000 വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് പിന്നെ ഒരു 10,000 വേണം. അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് പൈസയുടെ ആവശ്യങ്ങൾ വന്നു. അപ്പൊ ഒക്കെ ഇങ്ങനെ ഫർണിച്ചറിന്റെ നിസ്സാര വിലക്കൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യും. ടേബിളൊക്കെ നിസ്സാര വിലക്ക് കൊടുക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ പൈസയുടെ കാര്യം അങ്ങനെ ഫീസിന്റെ കാര്യം അടച്ച് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു അവരുടെ പഠനകാലം. മോനാണെങ്കിൽ ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഒരു 4,500 രൂപ വേണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാന് വേറെ എവിടെയെങ്കിലും നിന്ന് കോളേജിൽ പോവാം, അപ്പൊ അത്രയും പൈസ കൊടുക്കണ്ടല്ലോ, അപ്പൊ ഒരു കുറച്ചും കൂടി സഹായമാവുമല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുകയും അങ്ങനെ ബുദ്ധിമുട്ട് നന്നായി അറിഞ്ഞവര് ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ വളരണം എന്ന രീതിയിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നുണ്ട്. അവർ നന്നായി ബുദ്ധിമുട്ടറിഞ്ഞ് അങ്ങനെ എന്തായാലും അവരുടെ പഠനകാര്യങ്ങളെല്ലാം നന്നായി അവര് പൂർത്തീകരിച്ചു. രണ്ടുപേർക്കും ജോലിയായി. അങ്ങനെ ആ കാലഘട്ടത്തില് ഇങ്ങനെ കടങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് വളരെ പ്രയാസത്തോടെയാണ് ഞങ്ങൾ, ഒരു മനുഷ്യൻ പോലും നമ്മളെ സഹായിക്കാനില്ല. കടം സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടം വന്ന സമയത്ത് ഒരു മനുഷ്യനും ഇല്ല. വല്ലാത്തൊരവസ്ഥയില്ല. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അച്ചായനും മാത്രമായി ഞങ്ങൾ ഒതുങ്ങിപ്പോയി. ഞങ്ങൾ ചർച്ചിലൊക്കെ ഇങ്ങനെ പോകും, പ്രാർത്ഥിക്കും. തിരിച്ച് ഞങ്ങള് ഹാളിൽ എപ്പോഴും ഒരു പായ ഇട്ടിട്ടുണ്ടാവും. ഓടി വന്ന് പുറത്തൊക്കെ പോയിരിക്കുകയാണെങ്കിൽ അച്ഛൻ ഓടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കും, എനിക്കെന്തോ മനസ്സിനൊരു പ്രയാസമാണ്, അപ്പൊ അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഓടി വന്ന് പെട്ടെന്ന് തന്നെ പായൽ മുട്ടുകുത്തി. ഞങ്ങൾ രണ്ടുപേരും വളരെ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം കടങ്ങൾ എങ്ങനെയും തീരണം. ആളുകളുടെ മേടിച്ചാൽ തക്ക സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് വളരെ നിരാശയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എങ്ങനെയും ഇത് തീരണം എന്നതിൽ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോസ്റ്റല് നടത്താനായിട്ട് താല്പര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു സഹായമാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 4 പേർക്കും വെച്ച് വിളമ്പാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഹോസ്റ്റലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതെല്ലാം ചെയ്യണ്ടേ. അപ്പൊ അതൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാം ശരിയാകുന്നു, ഈ കാര്യത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ആകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണല്ലോ ഞങ്ങളൊരു ഹോസ്റ്റല് തുടങ്ങുവാൻ എന്നൊക്കെ ഒരു 32 കുഞ്ഞുങ്ങളോളം അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അതിൻ്റെതായ കാര്യങ്ങള് ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ ആ ഹോസ്റ്റൽ നടത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഒരുവിധം തീരുകയും ഞങ്ങളൊക്കെ സ്വതന്ത്രമാകുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീട് ഒക്കെ വേണം. സ്വന്തം വാടകയ്ക്കായിരുന്നു ഞങ്ങൾ 2-3 വീടുകളൊക്കെ ഞങ്ങൾ പണിതു. എങ്കിലും അതൊക്കെ ഈ ബാധ്യത വന്ന സമയത്ത് അതെല്ലാം പിന്നെ കൊടുക്കുവാനും കുഞ്ഞുങ്ങളുടെ പഠനത്തോളം അതെല്ലാം കൊടുക്കുവാൻ തക്കണം ഇടയായി. പിന്നെ ഒരു വീടിന് വേണ്ടിയൊക്കെ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കൊണ്ടങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സമാധാന സ്വസ്ഥതയ്ക്കായിട്ട് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമെല്ലാം കഴിഞ്ഞു. മോന്റെ വിവാഹം കഴിഞ്ഞു. മോന് 6 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായത്. അതിനും ഞങ്ങളുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ച് മാത്രം മേടിക്കുന്ന ഒരു ഇതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും, എല്ലാവർക്കും ദൈവം പെട്ടെന്ന് കാര്യങ്ങൾ കൊടുക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്ത് കാര്യത്തിനും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മാത്രമാണ് എനിക്ക് ദൈവം തരുവുള്ളല്ലോ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പരാതി പോലെയൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അത് നല്ലതാണ്. ഞാൻ എൻ്റെ മക്കളോട് ഇപ്പൊ പറയും, എന്ത് കാര്യവും നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കുന്നതിന് ഒരു വിലയുണ്ട്. നമ്മുടെ അപ്പൻ അത് തരുമ്പോൾ അതൊരു നമുക്കൊരു സന്തോഷമാണ്, അതിനൊരു വിലയുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. അവരെന്ത് ആവശ്യം ഉണ്ടെങ്കിലും കർത്താവിനോട് ചോദിച്ച് മേടിക്കുന്ന ഒരു മനോഭാവം അവർക്കുണ്ട്.
അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഇവരുടെ മോന് കുഞ്ഞുണ്ടായി, മോളെ കല്യാണം കഴിച്ചു വിട്ടു. അവൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ 3 കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ പറഞ്ഞ പോലെ ജോലിക്കായിട്ട് ഇങ്ങനെ കടയിലേക്ക് ഇങ്ങനെ പോയി ഒരു ദിവസം ഇങ്ങനെ കടയിൽ ഇങ്ങനെ പോയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് ഒരു അസ്വസ്ഥത പുള്ളിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്തോ വല്ലാത്തൊരു ഇതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇപ്പം മടിക്കുന്ന ഒരാളാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്ന് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വല്ലാതെ ചുമക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചുമച്ച് എന്തോ വല്ലാത്തൊരു ഇതാവുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നു പറഞ്ഞു. ഞാൻ പിന്നെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോള് നേഴ്സ് ആയതുകൊണ്ട് അവളിങ്ങനെ വീഡിയോ കോൾ ചെയ്തു, ഡാഡീനെ വീഡിയോ കോൾ ചെയ്തപ്പം ഇങ്ങനെ വല്ലാതെ ഡാഡി ചുമച്ച് വല്ലാതെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തു, മമ്മി എത്രയും പെട്ടെന്ന് ഡാഡി അടുത്ത് ഒന്ന് ചെല്ലാമോ, ഡാഡി വല്ലാതെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡാഡിയോട് പറഞ്ഞു, മമ്മി പറഞ്ഞാലൊന്നും കേൾക്കില്ല, അതുകൊണ്ട് ഡാഡി പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോവാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ ഒരു വെള്ളിയാഴ്ച 2025 വെള്ളിയാഴ്ച ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറാനായിട്ട് ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ എന്നെ പുറകോട്ട് പിടിച്ചിറക്കുന്ന പോലെ ആ കയറി ബസ്സിൽ തന്നെ ഞാൻ തിരിച്ച് പുറകോട്ട് ഇറങ്ങി. അപ്പൊ ആ ബസ്സുകാരെന്നെ അവരുടെ ടൈം അത്രയും പോയല്ലോ എന്ന് വിചാരിച്ച് ബസ്സുകാരെന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, സമയമില്ലാത്ത സമയത്ത് എന്താ കാണിക്കുന്നത് വെച്ചാൽ. എങ്കിലും ഞാൻ അവിടെ തന്നെ നിന്ന് ആ ഓട്ടോയ്ക്ക് തന്നെ ഞാൻ അച്ഛൻ്റെ കടയിലേക്ക് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും ഒരു ക്ലിനിക്കിൽ കയറി ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ ആ ഡോക്ടറെ ചെന്ന് ഇങ്ങനെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു എത്രയും പെട്ടെന്ന് പുള്ളിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, പുള്ളിയോട് പറയണ്ട, ടെൻഷൻ ആക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അപ്പൊ പറഞ്ഞു ഇങ്ങനെ അറ്റാക്കിന്റെ ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് അപ്പൊ മോൻ ജോലിക്ക് പോയിരിക്കുന്നു, വേറെ ആരും ഇല്ല. എന്നിട്ട് കോതമംഗലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർമാര് പറഞ്ഞു ഇത്തിരി പ്രശ്നമാണ്, നിങ്ങൾ രാജഗിരിക്ക് കൊണ്ടുപോയിക്കോന്ന് പറയാണ്. അപ്പൊ തന്നെ വേറൊരു അവിടെ ചെന്നവര് അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്തിരുന്ന് തന്നെ അപ്പൊ എന്റെ എന്തോ മാനസികമായിട്ട് ഞാൻ തനിച്ചേ ഉള്ളൂ, എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് വളരെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും വന്നു പോയാ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, എന്ത് ചെയ്യും, എനിക്ക് ഒരു കഴിവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴത്തെ ഉടനെ തന്നെ എന്റെ മോന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓടി വന്നു, ഒരു കുഴപ്പമില്ല ചേച്ചി, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ഓടി വന്നു, അങ്ങനെ വിഷമിക്കേണ്ട, വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത ഒരു ഭിത്തിയുടെ അപ്പുറത്ത് നിന്ന് ഡോക്ടർമാർ തമ്മിൽ പറയുകയാണ്, ഇങ്ങനെ പോകുന്ന വഴിക്ക് ബ്ലോക്ക് ആയി പോയാൽ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല, അവിടം വരെ എത്തിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ആള് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്റെ ചെവിയിൽ ഇങ്ങനെ വന്നിങ്ങനെ കേൾക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ വിട്ടു പോകുന്നൊരു സിറ്റുവേഷനിൽ എന്റെ അന്നത്തെ ആ ഒരു അവസ്ഥ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഭയത്തോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ മോൻ എത്തി ഞങ്ങള് പോകുന്ന സമയത്ത് ആംബുലൻസിൽ ഇങ്ങനെ കയറ്റി കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് കൈ പൊക്കി ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കാണിച്ചു. അപ്പൊ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്നുണ്ട്. ഞാനും പറഞ്ഞു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളാം എന്ന രീതിയിൽ ഞാനും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആ ആംബുലൻസിൽ ഇരുന്ന് ഞാൻ നന്നായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് തിരിച്ചു തരണം, താൻ വാഗ്ദത്തമുള്ളതാണ്, നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊക്കെ ഞാൻ ദൈവത്തോട് എൻ്റെ അപ്പനോട് പറയും പോലെ ഞാനിങ്ങനെ എൻ്റെ കർത്താവിനോട് ഞാനിങ്ങനെ പറഞ്ഞു. എത്രയോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അവിടെ എത്തി, രാജഗിരി ഹോസ്പിറ്റലിൽ എത്തി. അവരപ്പം തന്നെ കയറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു. എന്തായാലും ആ സമയത്ത് ജീവൻ തിരിച്ചു തന്നു. ഞങ്ങൾ അതുപോലെ ഭയപ്പെട്ട ഒരു സമയമായിരുന്നു. കർത്താവ് ആ ഒരു സിറ്റുവേഷനിൽ ദൈവം മടക്കി തന്നു. ഇപ്പൊ ആള് സന്തോഷമായിട്ടിരിക്കുന്നു. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ അധികം പോയിട്ടില്ല. കാരണം നല്ലതായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു സൈഡ്, കുറച്ച് ശ്വാസം എടുക്കാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഓക്കെ ആയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അച്ചായൻ വീട്ടിൽ തന്നെയാണ്. അത്യാവശ്യം പ്രയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പ്രയറിനൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കെ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ ദിവസങ്ങളായിട്ട് ഒരു ജനുവരി മാസം മുതൽ എനിക്ക് നടുവിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു വേദന തുടങ്ങിയായിരുന്നു.
അപ്പൊ ഈ നടുവിന്റെ വേദന ഡോക്ടേഴ്സിനെ 2-3 ഡോക്ടർമാരെയൊക്കെ കണ്ടു. അപ്പൊ നടുവിന് നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എക്സ്റേ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. കോതമംഗലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കണ്ടു, ഓർത്തോ ഡോക്ടറെ കണ്ടപ്പം എക്സ്റേ എടുത്തു. അങ്ങനെ 1.5 മാസത്തോളം അതുമായിട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മാറുന്നില്ല, എനിക്കും തീരെ വയ്യാതെയായി, ഒരു പണി പോലും എടുക്കാൻ പറ്റാത്ത, അടുക്കളയിൽ പോലും ഒന്നും ചെയ്യാൻ നടക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ MRI ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞപ്പം ഒന്ന് MRI ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഞാനും അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ പോയിരുന്നത്. അപ്പൊ MRI ചെയ്തു. MRI ചെയ്ത് കഴിഞ്ഞപ്പം MRI ചെയ്തിട്ട് എന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് മോൻ പിറ്റേ ദിവസം പോയി MRI ചെയ്ത റിസൾട്ട് വാങ്ങാനായിട്ട് ചെന്നു. റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ബോണിനൊക്കെ ഇങ്ങനെ ക്യാൻസറിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവര് പറഞ്ഞു ഒരു സർജനെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ആ റിപ്പോർട്ടും കൊണ്ട് മോൻ എൻ്റെ അടുത്ത് വന്നു. മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നമായാലും പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ക്യാൻസറിന്റെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വേറൊരു സർജനെ പോയി കണ്ടു പറഞ്ഞു ക്യാൻസർ ആണ്. ഇങ്ങനെ പെറ്റ് സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓൾറെഡി ക്യാൻസറിൻ്റെതായതാണെന്ന് അങ്ങനെ പറഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ അതുമായിട്ട് അപ്പൊ എന്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് ക്യാൻസർ ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അവൻ ഇങ്ങനെ പറഞ്ഞു, ജനിച്ചാൽ എന്തായാലും നമ്മൾ ഒരു ദിവസം ഈ ലോകത്തൊന്ന് പോകണമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയി. ഞാൻ അവരോടൊന്നും അത് കാണിച്ചില്ല. അതിനിപ്പോ എന്നാ കുഴപ്പമൊന്നുമില്ല, മമ്മിയെ സംബന്ധിച്ച് എനിക്ക് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, കാരണം നിങ്ങളുടെയൊക്കെ ജീവിതം സ്വസ്ഥമായി നല്ലൊരു വീടുണ്ട്, പിന്നെ എന്താ കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് പോവാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു വെള്ളിടി പോലെ ആയിപ്പോയി എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ അച്ചാനും ഉണ്ട്. അച്ചാനിത് വല്ലാതെ വിഷമായി പോയി. വന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് കട്ടിലേൽ വന്നിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്നാലും നിനക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞു. പുള്ളി കരഞ്ഞു, പെട്ടെന്ന് തന്നെ കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങ് മാറും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല, ഇപ്പൊ എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് പിന്നെ എന്താ വെച്ചാൽ ദൈവം ചെയ്യട്ടെ എന്നൊക്കെ ഞാനും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ മൊത്തത്തിലൊരു പ്രയാസമായി. എൻ്റെ മോള് എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു, മമ്മി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവളും ഭയങ്കര കരച്ചിലും ഭയങ്കര ബഹളവും, എല്ലാവരും ഭയങ്കര മാനസികമായിട്ടും ഇതായി. ഞാൻ ഇവരുടെ മുമ്പിലൊന്നും ഞാനൊരു ബുദ്ധിമുട്ട് കാണിക്കുകയോ പറയുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഈ രാത്രി സമയം എനിക്ക് കിടക്കാൻ പേടിയായിരുന്നു. എനിക്കിങ്ങനെ എല്ലാവരുടെയും ചിന്ത ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിച്ചു പോകുമെന്നൊരു ചിന്ത, ആ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ എന്റെ അധികം ഇനി ജീവിതം ഇല്ല, എനിക്കിനി അധികം കാലം ജീവിക്കാൻ പറ്റില്ല, എന്റെ പിള്ളേരുടെ കൂടെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ദൈവത്തോട് കൂടുതൽ അങ്ങനെ ഒത്തിരി പരാതി പോലെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയല്ലേ ഇവിടം വരെ വന്നത്, മക്കളെ പഠിപ്പിച്ചു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, നല്ലൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടായി, മോനൊരു കുഞ്ഞുണ്ടായി, അവരുടെ കൂടെയൊന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, കർത്താവ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ആയുസ് നീട്ടി തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി ദൈവത്തോട് ഇങ്ങനെ പറയുണ്ടായി. ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, എനിക്ക് ജീവിക്കാൻ കൊതിയ എന്നൊക്കെ ആരോടും ഞാൻ പറഞ്ഞില്ല. ഞാൻ കട്ടിലേൽ ഇങ്ങനെ കിടക്കുന്ന രാത്രി സമയത്തൊക്കെ എനിക്ക് ഉറങ്ങാൻ പേടിയായിരുന്നു. ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ, രാവിലെ ഞാൻ എഴുന്നേക്കില്ലേ, അങ്ങനത്തെ ഒരു പേടി എനിക്കായിരുന്നു. രാത്രി ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് ഞാനിങ്ങനെ കർത്താവിനോട് ഞാൻ പറയും, കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണേ, എൻ്റെ കൂടെ, ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ കൂടെ എഴുന്നേക്കണം, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കൂടെ വരണം, ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ, എനിക്ക് അത്ര പേടിയായിരുന്നു. അതുപോലെ ഞാൻ ഇങ്ങനെ മരിച്ചു പോകുന്നുള്ള, ഞാൻ ആരോടും ഞാനിത് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിപ്പോ ഈ കാര്യം ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ പറയുക. അങ്ങനെ എനിക്ക് വളരെ പേടി, ഞാൻ കരഞ്ഞ് എനിക്ക് അത്ര വിഷമമായിരുന്നു, പേടി കൊണ്ട് ഞാൻ മരിച്ചു പോകുന്നുള്ള ചിന്ത തന്നെയാണ് എനിക്ക്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടന്ന സമയത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട,
ഞാൻ നിന്റെ ദൈവമാകുന്ന ഒരു ദൈവശബ്ദം ഞാൻ കേൾപ്പാൻ തക്കണമിടയായി. അതുപോലെ ഞാൻ തന്നെ കാണുകയാണ്. ഞാനൊരു ദിവസം ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ കാണുക, ഞാൻ മരിച്ചിട്ട് ഒരു കുഴിയിൽ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി പേര് കാണാൻ വരുന്നു. ആ കൂടെ ഞാനും ഈ മരിച്ച എന്നെ കാണാൻ വരിക. അപ്പൊ ഇങ്ങനെ ചുറ്റും എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ കണ്ട് കുറെ ആളുകളുണ്ട്. അവരുടെ കൂടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുഴിയിലേക്ക് നോക്കി. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എന്നെ കുറെ പേര് എന്നെ ചൂണ്ടി പറയാണ്, അവര് മരിച്ചതാണല്ലോ എന്ന് പറയാണ്. അപ്പൊ ഞാനിപ്പോഴും കറക്റ്റായിട്ട് ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ഞാൻ അവരോട് കൈ ചൂണ്ടി ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കില്ല, ജീവനോടിരുന്ന് ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് ഞാനിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവരിങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കിയും അപ്പം തന്നെ ഞാൻ കണ്ണു തുറക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ബോധ്യമായി, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമായി. അന്ന് മുതൽ എനിക്ക് പേടി മാറിപ്പോയി. പിന്നെ ഞാൻ സ്ട്രോങ് ആയി. കാരണം കർത്താവ് ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. എനിക്ക് ആ സമയം മുതൽ എനിക്ക് ഉറങ്ങുന്നതിന് പേടിയില്ല. ഞാൻ നന്നായി ഉറങ്ങാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ ആണെങ്കിലും എനിക്ക് ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോവില്ല. കാരണം എന്താണെങ്കിലും അല്ലെങ്കിൽ നാളെ പോകും എന്ന രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ എല്ലാവരോടും നന്നായി വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ ഈ കാര്യം ചർച്ചിൽ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എന്റെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും എന്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി എല്ലാവരോടും പറയണം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനൊരു രോഗിയാണ്, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ള ആരും അറിയണ്ട, ആരോടും പറയണ്ട എന്നുണ്ട്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല മമ്മി, എല്ലാവരോടും പറയണം, മമ്മിയുടെ ചേച്ചിമാരോടൊക്കെ പറയണം എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിങ്ങനെ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഇന്ന സുഖമില്ല, ഇന്ന പോലെ അസുഖമാണെന്ന് എല്ലാവരും വരികയാണ്. ഈ ചേച്ചിമാരെല്ലാം കുറെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ എന്നെ കാണുന്നവരുണ്ട്. കരഞ്ഞോണ്ട് വരിക. കാരണം ഞാനിപ്പൊ തന്നെ ഒന്ന് പോകും, അധികം കാലം ഇല്ലാന്ന രീതിയിൽ അവരെല്ലാം കരഞ്ഞോണ്ട് നിനക്ക് ഇങ്ങനെ വന്നല്ലോ, നീ ഏറ്റവും ഇളയതല്ലേ, അപ്പൊ നിനക്ക് ഇങ്ങനെ വന്നല്ലോ. അപ്പൊ ഞാൻ ഇളയതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുന്ന രീതിയിൽ അവരെല്ലാം വന്നു. ചേച്ചിമാരൊക്കെ വന്നപ്പോ എനിക്ക് ഒന്നുകൂടി ഒരു പ്രയാസമായി. ഞാൻ മരിക്കുന്നോണ്ടായിരിക്കും ഇവർ വരുന്നതെന്ന രീതിയിൽ. അവസാനം ഞാൻ എന്റെ മോനോട് പറഞ്ഞു, എന്നെ കാണാൻ ആരും വരണ്ട, എനിക്കിങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് വരണ്ടാകുന്നു. അപ്പൊ മോൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പോ വരുന്നല്ലേ ഉള്ളൂ മമ്മി, കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ മടുക്കും, ആരും വരുമില്ല വിളിക്കൂല എന്ന് പറഞ്ഞു. വരണ്ടാന്ന് ഇങ്ങനെ പറയുന്നേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താണെങ്കിലും പിന്നെ അവരൊക്കെ വന്നു. പിന്നെ ഇപ്പൊ ഈ എന്റെ മോൻ പറഞ്ഞ പോലെ ഇപ്പൊ ആരും അങ്ങനെ അധികം വരുന്നുമില്ല, അവരുടെ വിധിയെല്ലാം കുറഞ്ഞു. നിങ്ങളുടെ ചർച്ചിൽ ഈ കാര്യം ഞാൻ ഇങ്ങനെ സാക്ഷ്യം പോലെ പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ അസുഖമാണ്, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇങ്ങനെ വന്നു സ്തംഭിച്ചു പോയി. ഞാൻ കോതമംഗലം IPC ചർച്ചിലാണ്, എബനേസർ IPC ചർച്ചിലാണ് ഞാൻ കൂടി വരുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ പേര് CD തോമസ് എന്നാണ്. അപ്പൊ ഞങ്ങളുടെ സഭയിൽ ഇത് ഭയങ്കര ഷോക്കായിപ്പോയി. എല്ലാവർക്കും ഭയങ്കര ആരാധന കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഈ വന്ന് കുറെ പേര് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല ഷൈനിക്ക്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കും. ഒന്നാണ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ഞാനൊക്കെ സഭായോഗത്തിനൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും. എന്നും എനിക്ക് അതാ ഇഷ്ടം. അപ്പൊ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന 2 സഹോദരിമാരുണ്ട്, ഒന്ന് രജനി, ഒന്ന് സോഫി എന്ന് പറഞ്ഞ ചേച്ചി. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര വിഷമം. ഞാൻ എന്നും പ്രാർത്ഥനയ്ക്ക് എന്നിരിക്കുമ്പോൾ വല്ലാണ്ട് കരയും. ഞാൻ കരയുമ്പോൾ ഈ രണ്ടുപേരും ഇരുന്ന് കരയുന്ന കാണും. ഞാൻ കരയുന്ന കണ്ട് അവരും കരയും. അപ്പൊ അവരൊക്കെ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഭ മുഴുവൻ കൈ കോർത്ത് പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ഞായറാഴ്ചയും വ്യക്തിപരമായിട്ട് അവർ പ്രാർത്ഥിക്കും. അവരെപ്പോഴും വിളിക്കും, ഒരു കുഴപ്പമില്ല, ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ദൈവം തന്നെ വാഗ്ദത്തം മുന്നിലുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ദർശനം കണ്ടതിന് ശേഷം ഞാൻ പുറകോട്ട് നോക്കിയപ്പോ എന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുന്നിൽ ഇനിയും ഉണ്ട്. അപ്പൊ എന്തായാലും ആ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാതെ എന്തായാലും ഞാൻ ഈ ലോകത്തൊന്നും പോയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവരാണ് ഞങ്ങള്. പക്ഷെ അതിനൊന്നും ഇറങ്ങാനോ ഒന്നും ഒരു താല്പര്യം ആ കാലഘട്ടത്തിൽ അങ്ങനെ തോന്നിയില്ല. അപ്പൊ ദൈവം നല്ലൊരു പിടിയൊക്കെ പിടിച്ചു എന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഈ ക്യാൻസർ എന്നത് വലിയൊരു രോഗമായിട്ടോ ക്യാൻസർ ഞാൻ വലുതായിട്ട് ഞാൻ കണ്ടേയില്ല. എന്റെ കർത്താവിന് ഞാൻ വലുതായിട്ട് കണ്ടു. അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് പോകുന്നത്. എന്റെ മോൻ ഞങ്ങളിങ്ങനെ വളരെ സങ്കടപ്പെട്ട് ഡാഡി ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് മോൻ പറഞ്ഞു, മമ്മീനെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിലാണ് കാണിച്ചിരിക്കുന്നത്, ഏറ്റവും നല്ല ഡോക്ടറെയാണ് കാണിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഇവിടെ RCCയിലൊക്കെ കൊണ്ടുപോവാ എന്ന് പലരും അഭിപ്രായം പറഞ്ഞപ്പോ മമ്മീനെ RCCയിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല, നല്ലൊരു ഡോക്ടറെ നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, നല്ലൊരു ഡോക്ടറെയാണ്, നല്ലൊരു ഹോസ്പിറ്റലാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല ട്രീറ്റ്മെന്റ് ആണ്,
അല്ല ഉപരിയായിട്ട് വളരെ പ്രാർത്ഥിക്കും. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പൊ തന്നെ നമ്മുടെ അരോമ ചാനലില് ഇങ്ങനെ ടെസ്റ്റിമണി പറഞ്ഞ പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് വളരെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെയും ദൈവം വിടുവിച്ച വിധങ്ങളെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ആ ഒരു പേടിയോ അല്ലെങ്കിൽ എനിക്കൊരു ക്യാൻസർ ആണല്ലോ, ഇനിയിപ്പോ എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന അങ്ങനെ ഒന്നും എനിക്കില്ല. ഞാനും അച്ചായനും കൂടി ഒരു ദിവസം ദൈവാത്മാവ് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് പറഞ്ഞു, രണ്ടുപേരും കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം 12 മണി രാത്രിക്ക് എഴുന്നേറ്റ് കരം കോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാം എന്ന് ഞങ്ങളുടെ തീരുമാനത്തിൽ, ആ തീരുമാനത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനും. എനിക്ക് വലിയ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു ആളായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാന്നുള്ളത്. എപ്പോ വേണമെങ്കിലും കർത്താവ് സൗഖ്യമാക്കി എവിടെ വേണമെങ്കിലും പോവാൻ, ദൈവം അയക്കുന്നിടങ്ങളിൽ പോവാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ ഞാനും ചായനും കൂടെ ഒരു ഞങ്ങളുടെ തീരുമാനത്തിൽ നമ്മൾ ദൈവം പ്രസാദിക്കുക തന്നെ ചെയ്തു. അതിനുശേഷം ഞാൻ വളരെ ഒത്തിരി എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. എപ്പോഴോ ഞാൻ വിശ്വസിക്കുകയാണ്, എപ്പോഴും എനിക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇനി അടുത്ത പെറ്റ് സ്കാനിൽ എനിക്ക് ഇത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നമ്മുടെ ചാനലിലും പ്രയർ ലൈനിലൊക്കെ ഞാൻ എപ്പോഴും ഈ വിഷയം വിട്ട് പറയാറുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും ആ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്ന അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കും കർത്താവ് മറുപടി തരാതിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ അതൊരു വലിയ ഒരു വിഷയമായിട്ട് കാണുന്നതേ ഇല്ല. ഞാനിപ്പോ സാധാരണ പോലെ ഇന്നും ഞാൻ ആരാധനയ്ക്ക് പോയി ഇത് അറിഞ്ഞ് പിന്നെ എല്ലാവരോട് ചോദിക്കും, വേദനയാണോ, നടക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു പേടി പോലെയാ. കാരണം എന്താ അങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ക്യാൻസർ വന്ന അപ്പൊ തന്നെ സംസാരശേഷി നഷ്ടപ്പെടുവോ, അഥവാ ഇങ്ങനെ നടക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ കൃപയാല് എനിക്ക് അങ്ങനെ വലിയ വേദനയോ അങ്ങനെ ഒന്നുമില്ല. കാരണം മനസ്സിന് നല്ല ധൈര്യമുണ്ടെങ്കിൽ എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തി കർത്താവ് എന്നെ സൗഖ്യമാക്കും എന്നൊരു ധൈര്യം എനിക്കുണ്ട്. ഇത് ദൈവം നമുക്ക് ഒരു പരീക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ ദൈവം എന്നെ ഒന്ന് ബലപ്പെടുത്തേണ്ടതിനായിട്ടാണ് ഈ രീതിയിൽ എന്നെ ദൈവം ആക്കിയിരിക്കുന്ന ഒരു ബോധ്യം എനിക്ക് വന്നപ്പോ എനിക്ക് ഒരു ഭയവും ഇല്ല. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ദൈവം എത്രത്തോളം എന്നെ ബലപ്പെടുത്തി. ഒത്തിരി പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേര് ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ ഞാനിങ്ങനെ സൂമിലൊക്കെ പലപ്പോഴും കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പൂർണ്ണമായിട്ട് ദൈവകരങ്ങൾ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ ദൈവം സൗഖ്യമാക്കും, കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയായിട്ട് ഇറങ്ങിത്തിരിക്കും എന്ന് എന്റെ തീരുമാനത്തിന്മേൽ, ഞങ്ങളുടെ തീരുമാനത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു. എനിക്ക് പറഞ്ഞ പോലെ പാസ്റ്ററാണ് എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ഞാനിങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ആദ്യമായിട്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തില് പൗലോസിന് ബലഹീനായിരുന്നു, രോഗമുണ്ടായിരുന്നെങ്കിലും കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നെന്ന്. അതുപോലെ ഷൈനി സിസ്റ്റർ കർത്താവിനോട് ഇറങ്ങ്, അപ്പോ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും എന്നുള്ള ഒറ്റ വാക്ക് എന്നെ വല്ലാണ്ട് ഇതാക്കി. അപ്പൊ ഞാന് ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്നോട് ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ വിചാരം സുവിശേഷ വേല എന്നുള്ളത് നമ്മളൊരു ചർച്ച ഇട്ടിരിക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് അതൊന്നും എനിക്ക് ഒരു പാസ്റ്റർ വൈഫ് അതൊന്നും ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളും കൂടിയാ. അപ്പൊ അതൊക്കെയാണെന്നല്ല. പക്ഷെ പാസ്റ്റർ ആ ഒരു വാക്ക് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ ഓർത്തു, ഞാൻ ഇന്ന് ചർച്ചിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് ആദ്യം പഠിച്ചവിട്ടുകയാണ്. ഇങ്ങനെ ഒരു ദാനിയേൽ പാസ്റ്റർ ഇന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഈ അരോമ ചാനൽ കാണണം, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒരു പടി ചവിട്ടി. വളരെ ആരെങ്കിലൊക്കെ വിളിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ രോഗം വലുതായിട്ട് കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഞാനിപ്പോ മറ്റുള്ളവരോടാണെങ്കിലും എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, ഇങ്ങനെ ഒരു ക്യാൻസർ രോഗമൊന്നും അത്ര വലിയ രോഗമായിട്ട് നമ്മൾ കാണണ്ട. കർത്താവിന് പനിയും ക്യാൻസറും ജലദോഷം എല്ലാം ഒരുപോലെയാ. കർത്താവിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെ ഇനിയും ഇവിടെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് നമ്മുടെ ദേശത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിലനിർത്തുക തന്നെ ചെയ്യും. നമ്മള്
ധൈര്യത്തോടെ ഇരിക്കുക, വിശ്വസിക്കുക. കർത്താവ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാനും വളരെ വിശ്വാസത്തോടെ കർത്താവിനെ സൗഖ്യമാക്കി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ദിവസങ്ങളായിരിക്കുന്നത്. എനിക്ക് പ്രത്യേകമായിട്ടൊരു ക്ഷീണമോ അല്ലെങ്കിൽ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അറിയുള്ളൂ. കാരണം ഞാൻ ആരുടെ മുമ്പിൽ അങ്ങനെ വല്ലാതെ ഞാൻ അങ്ങനെ ആയിരുന്നു. 2 ആഴ്ചത്തോളം ഞാൻ എന്നെ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഞാനൊരു ക്യാൻസർ രോഗി, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പ്രേക്ഷകരുടെ മുമ്പിലാണെങ്കിലും ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നടുവിനൊക്കെ ചെറിയ പ്രയാസമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അനുഭവമൊക്കെ ചെയ്യുന്നത്. എന്നാലും അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവിനെ സൗഖ്യമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങളിലൊക്കെയും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. എപ്പോഴും ഞാൻ വചനം വായിക്കും. വചനമാണ് ഇപ്പൊ ഞാൻ വചനം എഴുതും. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് അത് എങ്ങനെ നിങ്ങൾ കരുതുമെന്ന് അറിയില്ല. ഞാനൊരു ബുക്ക് നിറച്ച് കർത്താവ് യേശുവിനെ സൗഖ്യമാക്കുന്നു, കർത്താവിന്റെ കരങ്ങൾ കൊണ്ട് എന്നെ സൗഖ്യമാക്കിയിരിക്കാനുള്ള സ്തോത്രം ചെയ്യുന്നു, കർത്താവിന്റെ അടിപ്പിണറാൻ എന്നെ സൗഖ്യം തന്നതിനായി സ്തോത്രം. ഞാൻ എന്റെ വിശ്വാസം ഞാൻ ആ വചനങ്ങളെല്ലാം, വചനം ജീവനും ചൈതന്യം ഉള്ളതാണല്ലോ. അപ്പൊ ആ വചനങ്ങൾ ഞാൻ ഞാൻ എഴുതി ഇനിയിപ്പോ 2-3 പേജും കൂടി കഴിഞ്ഞാൽ ഒരു ബുക്ക് നിറച്ച് ഞാൻ വചനങ്ങൾ എഴുതി. അതുപോലെ ഞാൻ എപ്പോഴും വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. 91 സങ്കീർത്തനമൊക്കെ ഞാൻ എപ്പോഴും പറയും. അതുപോലെ വാക്യങ്ങൾ ഞാൻ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വാക്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ബൈബിൾ എപ്പോഴും വായിക്കും, പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കും. കൂടുതലും ഞാനിപ്പോ നമ്മുടെ ഹരമ ചാനലിലെ സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി ബലപ്പെടുത്തും. കാരണം അതെല്ലാം ഒത്തിരി വിടുതലിന്റെ സാക്ഷ്യങ്ങളല്ലേ അത്. അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ബലമായി തീരും. അങ്ങനെ ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ ദൈവം എന്നെ സൗഖ്യമാക്കും എന്നൊരു പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിട്ട്, ഞാൻ ആദ്യം പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഞാൻ സൗഖ്യമാക്കിയിട്ട് മതി പാസ്റ്റർ, അങ്ങനെയല്ല, കർത്താവിന് വേണ്ടി ഒരു പടി ഇറങ്ങുക, ദൈവം പ്രവർത്തിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യം തന്നു എന്ന്. അങ്ങനെ ഇപ്പം സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത ദിവസം നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. അടുത്ത മാസം പെറ്റ് സ്കാൻ ഉണ്ട്. അപ്പൊ ആ പെറ്റ് സ്കാനിലൊക്കെ പൂർണ്ണ സൗഖ്യം ദൈവം തരണം. അതിനുവേണ്ടി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റുള്ളവരൊക്കെ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ രോഗത്താലും ഭാരത്താലും പ്രയാസവും ഒക്കെ ആയിരിക്കുന്നെങ്കിൽ അവർ കൂടുതലായിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുക. ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം രോഗസൗഖ്യമാക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് വിശ്വസിക്കുക. കർത്താവ് നമ്മളോട് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് നമ്മൾ കൂടുതൽ വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത് എന്ത് കാര്യമാണേലും, രോഗമാണേലും പ്രയാസമാണേലും എന്ത് കാര്യമാണേലും അതിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. നമുക്ക് ഈ ഒരു സമയമൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിപ്പോഴും എവിടെ മീറ്റിങ്ങോടെങ്കിലും പോവും, ഒരു ചർച്ചിലൊക്കെ ആണെങ്കിലും മീറ്റിങ്ങുകളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. കഴിവതും ഞാൻ മീറ്റിങ്ങുകൾക്ക് പോവാറുണ്ട്. ഞങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിംഗ്, അങ്ങനെ എല്ലാ മീറ്റിങ്ങുകൾക്കും ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഈ സമയത്ത് എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഭവനത്തിൽ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യോബ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നത്. അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം തരും. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുക, ബലത്തോടെ ഇരിക്കുക. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരണം. ഞാനിപ്പോഴും ഈ രോഗാവസ്ഥയിൽ ദൈവം എന്നെ പല കാര്യങ്ങൾ കാണിച്ചു. നമുക്ക് ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും, നമ്മളോർക്കും ക്രിസ്ത്യൻ ജീവിതം പാട്ടൊക്കെ പാടുമ്പോൾ സൗഭാഗ്യ ജീവിതമാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ അവസ്ഥയിൽ ദൈവം എന്നെ കാണിച്ചെന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരോടെങ്കിലും നമുക്കൊരു പകയോ പിണക്കമോ എല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ജയമുണ്ടാകില്ല. കാരണം ഓരോ വ്യക്തികൾ നമ്മൾ ചില സമയത്തൊക്കെ ആരോടെങ്കിലും ചെറിയൊരു പിണക്കമോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം എന്നെ ഓരോ വ്യക്തികളെയും ദൈവം എന്നെ കാണിച്ചു എന്നുള്ളതാണ്. ഇവരുമായിട്ടെന്താ എല്ലാം ഞാൻ അവസാനം ഞാൻ ഇതെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞു. എനിക്ക് ഈ ലോകത്തോട് ആരോടും ലോകത്തുള്ള ഒരു മനുഷ്യരോടും പിണക്കമില്ല കർത്താവ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ സമയത്തൊക്കെയാണ് എനിക്ക് ദൈവം എന്നോട് ഒന്ന് അടുത്തത്, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാം കഴിഞ്ഞത്. അതെല്ലാം നമ്മൾ ഓർക്കും ഇതൊന്നും ദൈവം കാണുന്നില്ല എന്ന്. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നാൽ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരത്ത് നിന്നാണ് നിരൂപണം ഒക്കെ ഗ്രഹിക്കുന്ന കർത്താവിന് എല്ലാം കാണുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പകയോ പിണക്കമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ നിത്യതയിലെത്തില്ല. ഞാൻ അതുപോലെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കർത്താവിനോട് എനിക്ക് ആ 2 ആഴ്ച ഞാൻ വളരെ ഭാരപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവ് എന്നെ ഒന്ന് തൊടണേ, ഒന്ന് തൊടണേ എന്ന് ഞാൻ ഒത്തിരി ദൈവത്തോട് പറഞ്ഞ്
ഞാൻ ആ സമയങ്ങളിൽ അപ്പോഴൊക്കെയാ ദൈവം ഇത് കാണിച്ചു തന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാപസ്വഭാവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകളും ദൈവത്തിൽ എത്തുകയില്ല. അപ്പൊ അതുകൊണ്ട് ദിവസങ്ങൾ എല്ലാവരും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, ഈ ഇതുപോലെ പ്രയാസപ്പെടുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസം വേണ്ട, ദൈവകരങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം സൗഖ്യം തരും. കർത്താവിന്റെ അടിപ്പിനിടാ നമുക്ക് സൗഖ്യം തരാതിരിക്കില്ല. നമുക്ക് കൂടുതലായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. ഇതൊരു രോഗം, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു രോഗം വന്നല്ലോ, അത് ക്യാൻസർ ആണല്ലോ, അത് മാറുമോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് രോഗത്തിനും പരിഹാരം കർത്താവ് നമുക്ക് തരും. കർത്താവിന്റെ അടിപ്പിനിടാ നമുക്ക് സൗഖ്യം തരും. ദിവസങ്ങളിൽ ഞാനും അങ്ങനെ ആ ഒരു വിശ്വാസത്തോടെ ഞാനും ആയിരിക്കുന്നു. തുടർന്ന് നിങ്ങളും എന്നെ കാണുന്ന എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഇനിയും സൗഖ്യം പ്രാപിച്ച പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ വച്ചാലല്ല ഇനിയും ഞാൻ വരുമെന്നൊരു പ്രത്യാശ എനിക്കുണ്ട്, ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാ ദൈവമക്കളും ഇത് കാണുന്ന എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, ഇത്രത്തോളം സമയം അരോമ ചാനലിൽ വന്നിരുന്ന് കർത്താവിന് എന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഒക്കണം കർത്താവ് ഇടയാക്കിയല്ലോ. എന്റെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം സമയം ഇരുപാന്നപ്പണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഭാരത്താലോ പ്രയാസമോ ഒക്കെ ആയിരിക്കുന്നില്ല, അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കണമേ, അവർക്ക് ധൈര്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവങ്ങളിലേക്ക് ഈ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലെയും അതിൻ്റെതായ ആളുകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ പാസ്റ്ററേയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം കർത്താവെ ചന്തവും ഇതും മാറ്റി തീരുവാനെല്ലാം ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുനാഥനും ഭീഷ്മ പിതാവെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവദാസി സിസ്റ്റർ ഷൈനി തങ്കച്ചൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തുന്ന വഴികൾ അത് ദൈവത്തിന്റെ പദ്ധതികളിൽ പ്രകാരമാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കാര്യപരിപാടിയിലൂടെ നാം നടക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8 മക്കളിൽ 7ാമത്തെ മകളായി കത്തോലിക്ക വിശ്വാസ പ്രമാണം അനുസരിച്ച് ആ ഒരു ജീവിതം നയിച്ചു വന്നതായ ആ ഒരു ബാല്യകാലം, പിതാവ് മദ്യപാനിയായിരുന്നു. പല എതിർപ്പുകളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നപ്പോഴും കൂട്ടുകാരിയുടെ ആ ശരിയായ ആ ഒരു ഗൈഡ് ലൈൻസ് ജീവിതത്തെ വഴിത്തിരിക്കുവാൻ, കർത്താവിലേക്ക് തിരിച്ചുവിടുവാൻ അവസരമുണ്ടായി. പിന്നത്തേതില് ആ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനും യഥാർത്ഥ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് ഒരു ദൈവ വൈദ്യരായി തീരുവാനും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനും ഒക്കെ അവസരം ലഭിച്ച കാര്യം പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. അതുതന്നെ വലിയൊരു വിടുതൽ ആ സിസ്റ്റർ ജീവിതത്തിൽ നടന്നത്. വലിയൊരു വിടുതൽ. കാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കാൾ വലിയൊരു വിടുതലാണ് ആ സന്ദർഭത്തില്, ആ ചെറുപ്പത്തില് ഉണ്ടായത്. കാരണം അധികം പ്രായമായിട്ടില്ല, കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. മാതാപിതാക്കന്മാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ നാം തീരുമാനമെടുത്തപ്പോൾ പിന്നീട് അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. പിന്നീട് അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ, അതിനെ തിരിച്ചുവിടാൻ വേറെ ആർക്കും കഴിയത്തില്ല. കാരണം ശരിയായ ഒരു തീരുമാനത്തിലേക്ക്, ശരിയായ ഒരു വഴിയിലേക്കാണ് കാൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ള വഴികളൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. വിവാഹ ജീവിതമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് അത് മാറി. പിന്നീട് കുടുംബജീവിതത്തില് സന്തോഷകരമായ അനുഭവങ്ങൾ, ചില സന്ദർഭങ്ങളിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കരകയറി നല്ല നിലയിൽ മുന്നോട്ട് വന്നു. ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ
സൗഖ്യം കർത്താവ് തന്നിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ ചില രോഗങ്ങളൊക്കെ വലുതും ചെറുതും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ വചനപ്രകാരം ഏത് രോഗത്തിനും ഒരേ ട്രീറ്റ്മെന്റേ ഉള്ളൂ. ഒറ്റ ട്രീറ്റ്മെന്റ് മാത്രം. എല്ലാം നിരവധി രോഗങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എല്ലാ രോഗത്തിനും ഒരൊറ്റ സൗഖ്യം, ഒറ്റ മെഡിസിൻ മാത്രമേ ഉള്ളൂ. കർത്താവിനെ തൊടുക, അല്ലെ കർത്താവ് നമ്മളെ തൊടുക, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്പാർക്കിങ് നടക്കുക, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക, വലിയൊരു വിടുതൽ നടക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കുക. അതിന് വേറെ ട്രീറ്റ്മെന്റുകളൊന്നും അല്ല അതിനകത്ത് പ്രസക്തമായിരിക്കുന്നത്. നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ ഇതിനോടകം സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവർ അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവ് നമുക്ക് സൗഖ്യം തന്നുമിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടുകൂടി, പലപ്പോഴും പല പ്രിയപ്പെട്ട ഒരു സിസ്റ്റർ പറഞ്ഞതുപോലെ, എനിക്ക് വിടുതൽ ലഭിക്കട്ടെ, കർത്താവ് എന്നെ ഒന്ന് തൊടട്ടെ, കർത്താവിനോട് സംസാരിക്കട്ടെ, കർത്താവിനോട് ഇടപെടട്ടെ, കർത്താവിനെ ഒന്ന് വിടുവിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാം, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാം. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ദൈവമാണോ നമ്മളാണോ വലുത്? അവരൊക്കെ ദൈവത്തെ പരീക്ഷിക്കുക, എന്നാ ദൈവം ഒന്ന് ചെയ്യട്ടെ. ദൈവം നമ്മുടെ മുൻപാകെ ദൈവത്തെ പരീക്ഷിക്കുവാൻ നമ്മൾ ആരുമല്ല. നമ്മൾ വിശ്വാസത്തോടെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വിടുതൽ സംഭവിക്കുക. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിനും പ്രാണനും അത്ഭുതങ്ങൾ നടക്കുക. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവ് നമുക്ക് വലിയവ ചെയ്യും. അതുകൊണ്ട് ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് കാൽച്ചുവടുകളെ വെക്കുമ്പോൾ, ആമേൻ, മുന്നോട്ടുള്ള കാര്യം മരണം എന്നുള്ളത് അത് എന്നായാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കും. അതല്ല, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതായ അവസരങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭയം മരണഭയമല്ല, പകരം നമ്മുടെ കർത്താവ് നമുക്ക് തന്ന അവസരങ്ങളെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭയം. അതുകൊണ്ട് പ്രിയ ഷൈനി സിസ്റ്റർ എടുത്ത തീരുമാനം ശരിയായ തീരുമാനമാണ്, കർത്താവിനെ അനുസരിക്കുവാൻ. സക്കായിയോട് കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ ഇറങ്ങി വരാൻ. പറഞ്ഞ സമയത്ത് തന്നെ ചാടി ഇറങ്ങി വന്നതുകൊണ്ട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, പ്രിയ സിസ്റ്ററിന് ഈ സമയങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ആകയാൽ ഒരു അത്ഭുത വിടുതൽ ആത്മാവിലും പ്രാണനിലും ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വിശ്വാസത്തോടെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ അനേക പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ഈ വിടുതലിന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ തൊട്ടിരിക്കുക, കർത്താവ് നമുക്ക് വിടുതൽ തന്നിരിക്കുക. ആകാൽ ആ വിടുതലിന്റെ സാക്ഷ്യം ഇന്ന് അരോമ ടിവിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിടുതലിന് കാരണമായി പരിണമിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഭയപ്പെട്ട് ജീവിതം നാളെ എന്താകുമെന്ന് വിചാരിച്ച് ആശങ്കയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ധൈര്യമായിരിക്കും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. ആ വിടുതലിന്റെ കരം നമ്മെ തൊട്ടിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏത് രോഗമായിരുന്നാലും സൗഖ്യം തരുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ രോഗത്തിന്റെ മേൽ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ സാക്ഷി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കൂ. വലിയ വിടുതലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.
ആമേൻ. aromaMary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromaMary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.